Good afternoon to all. Good afternoon. Good afternoon. Okay. Start ചെയ്യാം നമുക്ക്. പ്രയർ ചൊല്ലാം മാം. Okay. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാതകാന്തി ചിന്തിടും സുമങ്ങളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. അഗാധ നീലവാനമാം കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്കു നിത്യകെ നിതാന്ത വത്സരോത്സുകം. നിതാന്ത വത്സരോത്സുകം. നിതാന്ത വത്സരോത്സുകം. താങ്ക് യു. Okay. And the Quotes next. പറയാം. Let none falter who thinks he is right, and we may succeed. Always bear in mind that your own resolution to succeed is more important than any other one thing. A man watches his pear tree day after day, impatient for the ripening of the fruit. Abraham Lincoln. Yeah. Okay. സൈനിൻ ഞാനാണ് മാം. ഇന്നൊരു ചെറിയൊരു ഇൻഫർമേഷൻ ഈ സൈനിനിൽ കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, കോമൺ ആയിട്ട് നമ്മളെല്ലാവരും ലേഡീസാണ്, നമ്മളെല്ലാവരും പെൺകുട്ടികളുടെ അമ്മമാരെ എല്ലാം. വൈറ്റ് ഡിസ്ചാർജ് എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. എനിക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഷെയർ ചെയ്യണം മാം. വൈറ്റ് ഡിസ്ചാർജ് അത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ വിചാരിക്കാതെ നിസ്സാര കാര്യമായിരിക്കും വിചാരിക്കും ചിലവരൊക്കെ. നോർമലി എല്ലാവർക്കും വരുന്നത് തന്നെയല്ലേ എന്ന് പറയും വയസ്സായ ആൾക്കാരൊക്കെ. പക്ഷെ അതുകൊണ്ട് വരുന്ന കുറച്ച് അസുഖങ്ങളെ കൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. വെജിനൽ സിസ്റ്റ്, ഈ ഓവറായിട്ട് വൈറ്റ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ചിലവർക്ക് ചൊറിച്ചിലുണ്ടാവും ആ ഭാഗങ്ങളിലൊക്കെ. ആ ചൊറിച്ചിലുണ്ടാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡോക്ടറുടെ അടുത്ത് പ്രിഫർ ചെയ്യണം. എല്ലാവരും പറയണത് കേട്ടിട്ട് വീട്ടിലുള്ള എന്തെങ്കിലും ചെയ്യുക, ഈ ചൂടുവെള്ളം വെച്ച് കഴുകുക, അല്ലെങ്കിൽ വി വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കുക, അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഫസ്റ്റ് ഡോക്ടറെ കാണിക്കണം. എന്നാൽ ആ ഇൻഫെക്ഷൻ പെട്ടെന്ന് കയറി പിടിക്കുന്നത് നമ്മുടെ യൂട്രസിന്റെ ആ ട്യൂബിലേക്കാണ്. ആ ഇൻഫെക്ഷൻ ആ ഉള്ളിലേക്ക് കൂടെ ഇങ്ങനെ ഇൻഫെക്ഷൻ പെട്ടെന്ന് കയറി പിടിക്കുന്നത്. വേഗം സ്പ്രെഡ് ആവണ ഒരുതരം ഡിസീസാണ് അത്. അത് ഡിസീസാണെന്ന് കണക്കാൻ പറ്റില്ല, ചെറിയ ഇൻഫെക്ഷൻ ആണ്. പക്ഷെ ആ ഇൻഫെക്ഷൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ലാസ്റ്റ് നമുക്കത് ഇൻഫെക്ഷൻ സ്പ്രെഡായി സിസ്റ്റ് വരെ ഫോം ആവും. ചിലർക്ക് ആ സിസ്റ്റ് ഉള്ളിൽ ഫോം ആവും, ചിലർക്ക് ആ സിസ്റ്റ് പുറത്ത് ഫോം ആവും. ആ സിസ്റ്റ് ലാസ്റ്റ് നമ്മൾ സർജറി ചെയ്താണ് എടുക്കേണ്ടി വരിക. അങ്ങനത്തെ സിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഈ വൈറ്റ് ഡിസ്ചാർജ് വരുന്ന സമയത്ത് ആദ്യമേ നമ്മളത് സൂക്ഷിച്ച് ഇതാക്കണം. നമ്മൾ ആ സിസ്റ്റ് വന്നാൽ പോലും ചെറിയ രീതിയിലുള്ള സിസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡോക്ടറെ കാണിക്കണം. ചിലർ ചെറിയ കുട്ടികൾക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവില്ല എന്നൊക്കെ പറയും. അതായത് വലിയ കുട്ടികളാകാത്ത കുട്ടികൾക്ക് ഉണ്ടാവും. പക്ഷെ വലിയ കുട്ടിയാകാത്ത കുട്ടികൾക്കും വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. ആ കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ നമ്മൾ അപ്പം തന്നെ കാണിക്കണം. അതേപോലെ ഇറഗുലർ പീരിയഡ്സ്, അതേപോലെ വൈറ്റ് ഡിസ്ചാർജ് റെഗുലറായിട്ട് ചിലർക്ക് ഉണ്ടാവും. ചിലർക്ക് പീരിയഡ്സ് ആവുന്ന കുറച്ച് മുന്നേ ദിവസങ്ങളുണ്ടാവും, പിന്നെ കഴിഞ്ഞത് ഉണ്ടാവും. ഈ റെഗുലർ ആയിട്ടുള്ള മന്ത്ലി എല്ലാ ദിവസവും വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ പെട്ടെന്ന് കാണിക്കുക തന്നെ വേണം. ഇത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ കാരണം 2 അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടു വൈറ്റ് ഡിസ്ചാർജ് ഓവർ ആയതുകൊണ്ട്. ഒന്ന്, എൻ്റെ നെയ്ബർ 1 ഇയറോളം വൈറ്റ് ഡിസ്ചാർജ് ആയിക്കൊണ്ടേയിരുന്നു. അവരത് വൈറ്റ് ഡിസ്ചാർജ് അല്ലേ എന്ന് പറഞ്ഞാൽ വിട്ട് അത് ലാസ്റ്റ് യൂട്രസിൽ കുഞ്ഞു മോൾ പോലെ ഫോം ആക്കിയിട്ടുണ്ടായിരുന്നു. ഇൻഫെക്ഷൻ സ്പ്രെഡായി റെഡ് കളർ മോൾസ് പോലെ യൂട്രസിൽ അത് ഫോം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അത് ലാസ്റ്റ് ബയോപ്സി ഒക്കെ എടുത്ത് നോക്കി വേറെ ക്യാൻസറിന്റെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നുള്ളവർക്ക് പോയിട്ട് അവരില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും അമ്മമാരാണ്. എത്രയോ ഇതില് പെൺകുട്ടികളുടെ അമ്മമാരും ഉണ്ട്, നമുക്കും വരാറുണ്ടാവും ഈ വൈറ്റ് ഡിസ്ചാർജ്. അതുകൊണ്ട് അതിന് നമ്മൾ സൂക്ഷിച്ചെടുക്കണം. അതേപോലെ സിസ്റ്റ് ഫോം ആവുന്നത് എൻ്റെ അനുഭവമാണ് മാം. പേഴ്സണലി എനിക്ക് തന്നെ വന്നതാണ്. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 4 മന്തിൽ ചെറിയ ഇൻഫെക്ഷൻ തുടങ്ങിയിട്ട് അത് നമുക്ക് ചൊറിഞ്ഞ് നല്ലോണം ഇൻഫെക്ഷൻ ആയി. പക്ഷെ ഡോക്ടറെ കാണിച്ചപ്പോൾ നോർമലി അതിനൊരു ടാബ്ലറ്റ് തരും, ഉള്ളിലേക്ക് നമുക്ക് വെക്കാനായിട്ട് ഒരു ടാബ്ലറ്റ് 3 days 5 days പറഞ്ഞിട്ടൊക്കെ തരും. അതൊക്കെ 2 times 7 months 5 months 7 months
പിന്നെ 9 month ആയപ്പോൾ എനിക്കൊന്നും പറ്റാണ്ടായി. അവിടെ വലിയൊരു സിസ്റ്റ് എനിക്ക് ഫോമായി, വെജിനൽ സിസ്റ്റ്. അത് ഡെലിവറിന്റെ സമയത്ത് ഒന്നും ചെയ്യാനും പറ്റില്ല, മയക്കി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ലാസ്റ്റ് എനിക്ക് കുട്ടി പുറത്ത് വരണമെങ്കിൽ സിസ്റ്റ് പൊട്ടാനും പാടില്ല, എന്നാൽ കുട്ടി പുറത്തേക്കും വരണം അന്നുള്ള കണ്ടീഷനിലൊക്കെ അത് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയൊരു സിസ്റ്റ് കാരണം. അത് എനിക്ക് വരാൻ കാരണം വൈറ്റ് ഡിസ്ചാർജ് കാരണം മാത്രമാണ്. ആദ്യം തൊട്ടേ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. ആ ഡിസ്ചാർജിന് മരുന്ന് ഞാൻ കഴിച്ചു. പോരാത്തിന് അതിനവർ തന്ന മെഡിസിൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടും അത് എനിക്ക് അവിടെ ബാക്ടീരിയാസ് ഫുള്ളായി ഫോമായി. അത് നമുക്കെന്താ പറയുക, വലിയൊരു സിസ്റ്റ് ഫോമായി. അവിടെ ഒരു കുഞ്ഞു മുട്ടന്റെ സൈസിൽ സിസ്റ്റ് ഫോമായി, കാടമുട്ടന്റെ സൈസിൽ സിസ്റ്റ് ഫോമായി. ആ സിസ്റ്റ് അവരപ്പോൾ പറഞ്ഞു പൊട്ടിക്കാനും പറ്റില്ല, എന്താ വെച്ചാൽ പ്രഗ്നന്റ് ആണ്, പൊട്ടിക്കാൻ പറ്റൂല, ഇപ്പൊ മയക്കിയിട്ട് അത് സർജറി ചെയ്യാനും പറ്റില്ല, കുട്ടി പുറത്ത് വരുമ്പോൾ അത് പൊട്ടാനും പാടില്ല. പക്ഷെ കുട്ടിന്റെ ഹെഡ് പൊസിഷൻ വരുന്നത് അവിടെ പൊട്ടി അങ്ങനെ പൊസിഷനിലാണ് കുട്ടി വരിക, അവിടെ ആയിരുന്നു ആ സിസ്റ്റ്. അത് ആ ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ എല്ലാവരോടും നമ്മൾ മുൻകൂട്ടി ഇൻഫോം ചെയ്യണം, ആർക്കും ഇത് വൈറ്റ് ഡിസ്ചാർജ് വന്നു കഴിഞ്ഞാൽ ആദ്യമേ നോക്കണം എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വൈറ്റ് ഡിസ്ചാർജ് ആരും നിസ്സാരമായിട്ട് കണക്കാക്കാണ്ട് പെട്ടെന്ന് എല്ലാവരും ഡോക്ടറെ കാണിക്കണം എന്നുള്ളത് ഇവിടെ എനിക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ തോന്നി. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഓരോ പീരിയഡ്സിലും ഞാൻ അത് അനുഭവിക്കുന്നുണ്ട്, ആ സിസ്റ്റ് കാരണം. ഓരോ പീരിയഡ്സിലും ആ സിസ്റ്റ് അപ്പോൾ പൊട്ടിച്ചവര് ലാസ്റ്റ് ഡെലിവറിയൊക്കെ ഒരുപാട് ക്രിട്ടിക്കലായി. എൻ്റെ സിസേറിയൻ വേണ്ടി വന്നു. നോർമൽ ഡെലിവറി ആവേണ്ടത് യൂട്രസ് ഒക്കെ 30 സെന്റിമീറ്റേഴ്സ്, ഇപ്പൊ എല്ലാവർക്കും അറിയാം, എല്ലാവരും ഡെലിവറി കഴിഞ്ഞു 13 സെന്റിമീറ്റർ വരെ എൻ്റെ യൂട്രസ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ഓപ്പൺ ആയിട്ട്. പക്ഷെ സിസ്റ്റ് കാരണം എനിക്ക് നോർമൽ ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവര് സിസ്റ്റ് ഫോം ആയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫസ്റ്റ് ഡെലിവറി ചെയ്യുന്നത് ഒരു സ്റ്റിച്ച് ഇടുമല്ലോ, ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിൽ താഴത്തെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ഇടും കുട്ടിന്റെ തല പുറത്ത് വരാൻ വേണ്ടിയിട്ട്. ആ സ്റ്റിച്ച് വന്ന അവിടെയാണ് എനിക്ക് ആ സിസ്റ്റ് ഫോം ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ടൈം അവിടെ സ്റ്റിച്ച് ഇടാൻ പറ്റില്ല, സിസ്റ്റ് പൊട്ടിക്കാനും പറ്റില്ല, എന്നാൽ കുട്ടി പുറത്തേക്ക് വരുവും വേണം. അങ്ങനെയൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, എല്ലാവരും ചെറിയതാണ് നിസ്സാരമാണെന്ന് കരുതുന്ന വൈറ്റ് ഡിസ്ചാർജ് നമ്മൾ എത്രയോ വലിയ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എത്തിക്കാറുണ്ട്, സൂക്ഷിക്കണം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ അത് ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് മാം. ഒരു ചെറിയ പ്ലാറ്റ്ഫോം കിട്ടുമ്പോഴാണ് നമ്മളത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ ഇങ്ങനത്തെ കാര്യങ്ങള്. താങ്ക് യു. ഓക്കെ, അപ്പൊ അതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ പറയുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാം എന്താണ് അമ്മമാരാണെങ്കിൽ നമ്മള് പെണ്ണുങ്ങളാണ് പൊതുവെ ആരോഗ്യം ശ്രദ്ധിക്കാത്തവരെന്ന് പറയും അല്ലെ, എല്ലാവരും അല്ല, മോസ്റ്റ്ലി. സോ ശ്രദ്ധിക്കാൻ നോക്കാം. മക്കൾക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്ത് സാക്രിഫൈസ് ആണ് അല്ലെ. ഹ്യൂമൺ എന്ന് പറയുമ്പോൾ സാക്രിഫൈസ് ആണ്. സാക്രിഫൈസ് ചെയ്യരുത് കേട്ടോ. ചെയ്യാം, പക്ഷെ നമ്മളെ കൂടെ ശ്രദ്ധിക്കണം. കാരണം നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, അത് മനസ്സിലാക്കാം. ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി, എന്നും അങ്ങനെ ആയിരിക്കും. ഓക്കെ, എല്ലാവരും ഉണ്ടാകും ഇല്ലെന്നല്ല, ഉണ്ടാകാം, പക്ഷെ എന്നാലും നമ്മളെ നോക്കണം. ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ നോക്കിയേ പറ്റൂ. അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. അങ്ങനെ ചിന്തിച്ചാലേ നിങ്ങളെ നോക്കുള്ളൂ. ഓക്കെ, യാ. അപ്പോ കുറച്ച് ദിവസം നമ്മൾ ടോപ്പിക് ഒക്കെ ആയിരുന്നു അല്ലെ, അതിന്റെ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദെൻ നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം, പോർഷൻസിലേക്ക് വരാം. ഓക്കെ, സോ ടെൻസസ് ആയിരുന്നു, അതിൽ പ്രസന്റും പാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പാസ്റ്റ് കംപ്ലീറ്റ് ആയല്ലോ, അയ്യോ രണ്ടും കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? പഠിക്കുന്നുണ്ടോ നിങ്ങള്? പഠിക്കുന്നുണ്ടോ? ക്ലാസ്സിലുള്ള പഠിത്തം മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് പഠിക്കണം കേട്ടോ, പ്രത്യേകിച്ച് ടെൻസ് ആണെങ്കിലും. ഞാൻ പഠിക്കുന്ന എല്ലാവരും ക്ലാസ്സിലല്ലാതെയും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കാരണം മറക്കരുത്, ടച്ച് പോയി കഴിഞ്ഞാൽ എല്ലാം പോകും. ഓക്കെ, ഇപ്പൊ ഏകദേശം നിങ്ങൾ ആ ഒരു ട്രാക്കിൽ വന്നിട്ടുണ്ട്. സോ അത് മാക്സിമം അത് ഫോളോ ചെയ്ത് പോണം. ഓക്കെ, ബ്രേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. അതിപ്പോ കോഴ്സ് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്, ബ്രേക്ക് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്യാം. ഇംപ്രൂവ്മെന്റ്സ് എന്തായാലും കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് പാസ്റ്റ് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ ആണ്, ഫ്യൂച്ചർ ടെൻസ്. Take your notebook and write down the heading future tense. And the small heading simple future tense. Okay, simple future ആണ് പറയാൻ പോകുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ മലയാളം ബ്രാക്കറ്റിൽ എഴുതുക ചെയ്യും എന്നാണ് വരാട്ടോ. ചെയ്യും.
സ്ട്രക്ചർ ചെയ്താ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. ഫ്യൂച്ചറില് ഫ്യൂച്ചർ ടെൻസില് വിൽ എന്തായാലും ഉണ്ടാവും, ഷുവർ ആണ് കേട്ടോ. എല്ലാ ആക്ഷൻസിലും എല്ലാ ഫോംസിലും വിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോ ചെയ്യുമെന്നാണ് പറഞ്ഞത് അല്ലെ. സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 ആണ്. അപ്പോ ഞാൻ എഴുതും. എങ്ങനെയാ പറയാ? അപ്പൊ ഞാൻ എഴുതും, ഞാൻ ഒരു ലെറ്റർ എഴുതും. I will write. Yeah, I will write a A letter. letter. Yes, I will write. ഇനി അവൻ അവിടെ പോകും. He will go. He will go to that. Yeah, he will go there. Okay, he will go there. അവൻ അവിടെ പോകും. He will go there. അവർ അത് ചെയ്യും. They do. They will do. They will do. She will do. Yeah. അവർ അത് ചെയ്യും. They will do that or they will do it എന്ന് പറയാം. ഓക്കെ, അപ്പോ ചെയ്യും, പോകും, കാണും. ഞാൻ അവനെ കാണും. I will see. പറയൂ. I will see I will him. see or I will meet ആണ് എന്താ പറയാ. ഒരാളെ കണ്ടുമുട്ടുക എന്ന് പറയുമ്പോൾ മീറ്റ് ആണ് വരാം. ഓക്കെ, അപ്പോ കാണും, ചെയ്യും, പോകും. ഞാൻ ഇന്ന് ബിരിയാണി കഴിക്കും. I will eat biryani today. Biryani today. I will eat biryani today. Today I will eat biryani എന്ന് പറയാം. Today I will eat biryani. ഞാൻ ബിരിയാണി കഴിക്കും. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അപ്പൊ ചെയ്യും, പോകും, കാണും എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നമുക്ക് വില്ല് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, Okay, ma'am. ഓക്കെ ആണ്. അപ്പോ എഴുതിക്കോളൂ. ഞാൻ പറയാം, മലയാളം പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ അവന്റെ ഫ്രണ്ടിന് നാളെ ഞങ്ങൾ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും. നാളെ ഞങ്ങൾ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും. ഞാൻ നാളെ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും. ഞാൻ നാളെ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ കറണ്ട് ഇല്ലാത്തോണ്ട് വൈഫൈ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. I will go. അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞു കേട്ടോ. ശ്രദ്ധിക്കുക, ഞാൻ നാളെ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും. എനിക്ക് ഇടയ്ക്കൊക്കെ കേൾക്കുന്നുള്ളൂ മാം. ഒന്നുകൂടെ ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്തൊക്കെ നിത്യ. അത് ഈ കറണ്ട് ഇല്ലാത്തപ്പോ ഉള്ള പ്രശ്നം. ഓക്കെ, ഞാൻ നാളെ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു പറയുമ്പോ ഐ വിൽ ഗോ ടു ഹിസ് ഫ്രണ്ട്സ് ഹൗസ് tomorrow. Tomorrow I will go to his friend's
ഹൗസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഹോം എന്ന് പറയാം. Okay, tomorrow I will go to my friends. Sorry, I will go to his friends' home. Yeah. ഞാൻ നാളെ ഫ്രണ്ട്സിന്റെ കൂടെ സിനിമയ്ക്ക് പോകും. സിനിമ കാണാൻ പോകും. ഞാൻ നാളെ ഫ്രണ്ട്സിന്റെ കൂടെ സിനിമ കാണാൻ പോകും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. Tomorrow I will go to watch a movie with my friends. Tomorrow I will go to. No. ഞാൻ ലെഫ്റ്റ് ആയിട്ട് വന്നു. അപ്പൊ അതിന്റെ അകത്ത് എഴുതിയത് കറക്റ്റ് ആയിരുന്നു. മാം എന്താ അതിന്റെ ആൻസർ പറഞ്ഞേന്ന് ചോദിച്ചു. Okay. Tomorrow I will go to. I will go for watch. Tomorrow I will go to watch a movie. വേണ്ട, വാച്ച് വേണമെന്ന് നിർബന്ധമില്ല. വാച്ച് വേണമെന്ന് നിർബന്ധമില്ലല്ലേ? വാച്ച് ആണെന്നില്ല. അപ്പോ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വാച്ച്, അല്ലെങ്കിൽ സിനിമക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ വേണ്ട. Tomorrow I will go to cinema with my friends. പറയാം. അറിയുള്ളൂ. കറക്റ്റ് ആയിട്ട് ബില്ലൊക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ, പ്രൊണൗൺസിയേഷൻ പ്രപ്പോസിഷൻ നോക്കുക, അതൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഏകദേശം പ്രസന്റും പാസ്റ്റും പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആണ് ഇപ്പൊ, അല്ലേ? ഓക്കെ അല്ലേ? Yeah. Then next ടെൻസിലേക്ക് പോവാട്ടോ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സ്ട്രക്ചേഴ്സ് ഒക്കെ എഴുതി വെക്കും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് മീൻസ് എന്താ പറയാ, അപ്പോ അവൻ ചെയ്യുകയായിരിക്കും എന്നൊരു മീനിങ് വരും. മറ്റത് ചെയ്യുമെന്നാണെങ്കിൽ ഇത് ചെയ്യുകയായിരിക്കും എന്നാണ് മീനിങ് വരാം. ചെയ്യുകയായിരിക്കും. സ്ട്രക്ചർ subject plus will be plus verb ing. Subject plus will be plus verb ing ആണ് വരാ. will be ആണ് വരാ. ആയിരിക്കും, അത് ചെയ്യുകയായിരിക്കും. ഇത് ആയിരിക്കും എന്ന് പറയാം, ആകാം എന്ന് പറയാം. ഓക്കെ, ഒരു വേർബ് ആണെങ്കിൽ ആയിരിക്കും, ചെയ്യുകയായിരിക്കും, അപ്പൊ പഠിക്കായിരിക്കും. ഷീൽ ബി സ്റ്റഡിങ് നൗ, അവരിപ്പോ പഠിക്കായിരിക്കും. ഷീൽ ബി സ്റ്റഡിങ് നൗ എന്ന് പറയും. ഇനിയിപ്പോ ഒരു നൗൺ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ I'll be a teacher, ടീച്ചർ ആകാം, അങ്ങനെയും പറയാം നമുക്ക്. ഓക്കെ, ആൻഡ് ഷീൽ ബി become a teacher എന്നൊക്കെ പറയും നമ്മൾ. I will be നൗൺ വെച്ച് പറയുമ്പോൾ നമ്മൾ ആകാം എന്നൊരു മീനിങ്ങിലും, വേർബ് വെച്ചാണ് പറയുന്നതെങ്കിൽ ആയിരിക്കും എന്നൊരു മീനിങ്ങിലും വരും. ഓക്കെ,
അപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന വേർബാണ്. വേർബ് വെച്ചാകുമ്പോ ആയിരിക്കും എന്നാണ് വരാ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരിപ്പോ കളിക്കായിരിക്കും, അവരിപ്പോ ഗ്രൗണ്ടിൽ കളിക്കായിരിക്കും എന്ന് പറയുമ്പോ they will be playing cricket, they will be playing in ground. അവര് ഗ്രൗണ്ടിൽ കളിക്കായിരിക്കും, അവര് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കായിരിക്കും, they will be playing cricket in the ground എന്ന് പറയും. ഓക്കെ, അപ്പൊ വിൽ ബി എന്ന് പറയുമ്പോൾ ആയിരിക്കും എന്നൊരു മീനിങ്ങിലാണ് വരാം. ക്ലിയർ? ഇപ്പോ എക്സാമ്പിള് അവനിപ്പോ പടം വരയ്ക്കായിരിക്കും. അവൻ ഇപ്പോ പടം വരയ്ക്കായിരിക്കും. He will be drawing a picture. Yeah, he will be drawing a picture. Yeah. അത്രേ ഉള്ളൂ. സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഇപ്പോ എന്ത് സെന്റൻസ് പറഞ്ഞാലും നിങ്ങൾക്ക് എളുപ്പമല്ലേ, അല്ലെ? ഒരു സെന്റൻസ് മേക്ക് ചെയ്യാൻ എളുപ്പമല്ലേ? ആണോ? Yes. എന്താണ് ഉണ്ടാവുക ബുദ്ധിമുട്ട്? ക്ലാസ്സിൽ കുറച്ച് പേരൊക്കെ ഉള്ളല്ലോ. ഇത്രയും സ്റ്റുഡൻസ് ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ പൊതുവേ? അല്ല ഇംഗ്ലീഷ് ക്ലാസ് ആയിട്ടാണോ? ഇംഗ്ലീഷ് ക്ലാസ് അല്ല ഇന്ന്. അല്ല, ഇപ്പൊ ഇത്തിരി കുറഞ്ഞു. ഒരു 17 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലർക്കൊക്കെ കുട്ടികൾക്കൊക്കെ പനിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അതാണ്. അപ്പോ ഇനി നെക്സ്റ്റ് ടെൻസിലേക്ക് പോവാം. ഫ്യൂച്ചർ പെർഫെക്റ്റ്. പെട്ടെന്ന് പോവാന്ന് വിചാരിക്കണ്ട കേട്ടോ, ഞാൻ അത് ഒന്നിച്ച് എക്സസൈസ് തരാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോ ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് പോവാം. മീനിങ് വരുന്നത് ചെയ്തിട്ടുണ്ടാകും. അവന് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ പറയില്ലേ, ചെയ്തിട്ടുണ്ടാകും എന്നാണ് മീനിങ് വരാ. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് എന്തായിരിക്കും വരാ? സ്ട്രക്ചർ എന്തായിരിക്കും വരാ? പറഞ്ഞു നോക്കിയ നിങ്ങള്. സബ്ജക്ട് പ്ലസ് will have plus V3. will ഉണ്ടാവും. will have ആണ്. അപ്പോ സബ്ജക്ട് പ്ലസ് will have plus V3 ആണ് വരാ. ചെയ്തിട്ടുണ്ടാകും. അവന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാകും എങ്ങനെയാ പറയാ? He will have his homework. He will have done his homework. Yes. Miss, അതിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് will have പ്ലസ് വെർബ് ആണോ, ing ഫോം ആണോ, എന്തായിരുന്നു? നോർമലി പെർഫെക്റ്റിലൊക്കെ ഏതായിരിക്കും വേർബ് വരാ? വെർബിന്റെ ing ഫോം അല്ലേ V3? പിന്നെ അല്ല V3 ആണ്. പെർഫെക്റ്റിലൊക്കെ കണ്ടിന്യൂസ്ലി മാത്രല്ലേ ing ഫോം വരുള്ളൂ? കണ്ടിന്യൂസ്ലി മാത്രം ing ഫോം വരാം. ദെൻ പെർഫെക്റ്റിലൊക്കെ V3 ആണ്. കണ്ടിന്യൂസ് എവിടെ കണ്ടിന്യൂസ് ഉണ്ടോ അവിടെയൊക്കെ ing ഫോം ഉണ്ട്. അതിപ്പോ വെറും കണ്ടിന്യൂസ് ആണെങ്കിലും ing ഉണ്ടാവും, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും ing ഉണ്ടാവും. പെർഫെക്റ്റ് എല്ലാ പെർഫെക്റ്റും V3 ആണ് വരാം. എല്ലാ സിമ്പിളും V1 അല്ലെങ്കിൽ V2 ആയിരിക്കും വരാം. മലയാളം എന്തപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചെയ്തിട്ടുണ്ടാകും. അവൻ അവന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാകും. She will have done his homework. He will have done his homework. അടുത്തത് ഏതാ? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. മീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സബ്ജക്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സ്ട്രക്ചർ വരാ സബ്ജക്ട് പ്ലസ് will have plus be in plus verb ing. സബ്ജക്ട് പ്ലസ് will have plus be in plus verb plus ing. will have be വരും. will have be ing ആണ് വരാ. അതായത് അവൻ രാവിലെ മുതൽ
അവൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പഠിച്ചോളൂ. ഇങ്ങനത്തെ ഒരു സംഭവം വരില്ല കേട്ടോ. നമ്മൾ പറയാം They will have been studying in the morning. he will have been studying since morning. സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ പഠിക്കായിരിക്കും. ഓക്കെ, ആ ഒരു മീനിങ്ങിലാ വരാം. ആൻഡ് പിന്നെ അവൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നെങ്ങനെ പറയാപ്പോ? He will have been studying since അല്ലല്ലോ വരണ്ടേ. ഫോർ 3 hours. 4 ആണ് വരാം കേട്ടോ. He will have been studying for 3 hours. ഇങ്ങനെ ഒരു ടോപ്പിക് പൊതുവെ വരാറില്ല, പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഈ ടെൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ ഏകദേശം ടെൻസ് ഓക്കെ അല്ലേ? കുറച്ച് എക്സസൈസ് തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യാൻ, ഞാൻ നോട്ട് ഒന്ന് കേട്ടോ കേട്ടോ. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങള്? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, ഇതില് 10 ഒന്ന് ആൻസർ ചെയ്യൂ കേട്ടോ. 10 ഒരുമിച്ച് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, 10 മാത്രം. ഓക്കെ ആണല്ലോ? എന്താ പറഞ്ഞത് മിസ്സേ? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ കണ്ട ഒരു മലയാളം സെന്റൻസ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. എന്നിട്ട് എനിക്ക് ഒരുമിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. 10 ചെയ്യണം. ഓക്കെ, ചെയ്തിട്ട് ഞാൻ കറക്റ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഞാൻ എന്ത് ചെയ്യണം? അയ്യോ ശ്രുതി, അല്ല മിസ്സേ, ഒരു കാര്യമുണ്ട്. ഇതിപ്പോ നമ്മള് ഇത് എഴുതി വെച്ചിട്ട് വേണ്ട, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോ ഇത് ഓരോ ടെക്സ്റ്റ് നോക്കണ്ടേ? നിങ്ങൾ എഴുതിക്കോളൂ. 10 എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം, എന്നാലും എഴുതിക്കോളൂ. വർക്ക് ചെയ്യാം. 10 എഴുതിയെടുക്കാം, മലയാളത്തിൽ എഴുതിയെടുക്കാം, എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, എഴുതിയെടുക്കുമ്പോ ഒന്ന് ശ്രുതിക്ക് ഒന്ന് ഒച്ചയൊന്ന് വായിക്കാവോ? ആരെങ്കിലും ശ്രുതിക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ഓക്കെ ആണോ? പറയാം. ഒന്ന് പറയാവോ? ഒന്ന് വായിച്ചിട്ട് ഒരുമിച്ച് എഴുതൂ എല്ലാവരും. ഓക്കെ, അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ശ്രുതിക്ക് മനസ്സിലായോ? മനസ്സിലാവുണ്ട് നിത്യ. ഇനി സെക്കൻഡ്, അവൾ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. തേർഡ്, അവർ വീട് വൃത്തിയാക്കുകയാണ്. ഫോർത്ത് വൺ, അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. ഫിഫ്ത്ത് വൺ, ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. സിക്സ്ത് വൺ, ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്.
60. ഹലോ, ബ്രേക്ക് ആവണു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബ്രേക്ക് ആയി മാം. 6th വൺ വരെ പറഞ്ഞു നിത്യ. 7th പറയുമ്പോ ബ്രേക്ക് ആയി. അവളെ റേഞ്ചിന്റെ പ്രശ്നമാണോ തോന്നുന്നു. ഞാൻ പറയാം കേട്ടോ. ആ, അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്, അതായത് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവും, പക്ഷെ വായിക്കാൻ കിട്ടാത്തതിന്റെ. ഓക്കെ സോറി. ദെൻ നെക്സ്റ്റ് പറയട്ടെ. 1 minute മാം. ഓക്കെ മാം. ഞാൻ ആ പുസ്തകം ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ TV ഷോ കഴിഞ്ഞ ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 10th വൺ ആണ് കേട്ടോ. 10th വൺ. ഞങ്ങൾ ഈ TV ഷോ കഴിഞ്ഞ ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. 11th വൺ. എല്ലാവരും 11th വൺ കൂടി എഴുതാം കേട്ടോ. 11 എഴുതാം, അതും പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ. അവൻ ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനൊരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. 1:15 വരെ ടൈം ഉണ്ട്. അതുവരെ കറക്റ്റ് ആയിട്ട് എല്ലാം എഴുതി വെക്കാം. നമുക്ക് വായിക്കണമെങ്കിൽ വായിപ്പിക്കാം. ടെക്സ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വായിപ്പിക്കാം. ഓക്കെ. കഴിയുമ്പോ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാൻ എനിക്ക് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ചെയ്യാം. ഫുള്ള് ടെൻസ് എല്ലാവരും ഉപയോഗിച്ചാണോ മാം പറഞ്ഞെന്താ? ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യാം, വായിച്ചു നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം. കഴിയുമ്പോ എനിക്ക് മെസ്സേജ് ചെയ്യാം. എന്നിട്ട് മാത്രമേ ഞാൻ ക്യാമറ ഓൺ ചെയ്യുള്ളൂ. കാരണം എല്ലാവരും കഴിഞ്ഞാൽ മാത്രമേ വായിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് കേട്ടോ. ശ്രദ്ധിച്ച് സമയമെടുത്ത് ചെയ്താൽ മതി, ആലോചിക്കുക. ഓക്കെ. ഓക്കെ ആണല്ലോ? ഓഫ് ചെയ്തോട്ടെ, ക്യാമറ ഓഫ് ചെയ്തോട്ടെ. ഓക്കെ.
കഴിഞ്ഞോ? എല്ലാരും ചെയ്തോ? കേൾക്കുന്നുണ്ടോ? നോ, കഴിഞ്ഞിട്ടില്ല. അതേ സമയം കഴിഞ്ഞല്ലോ. അത് നോക്കാം. ഓക്കെ, കഴിയാറായോ? അല്ലെങ്കിൽ പറയൂ. കുറച്ചൊക്കെ കിട്ടുന്നുണ്ടോ? വായിക്കുമ്പോ മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞൊന്ന് പറഞ്ഞേ കേക്കട്ടെ. വായിച്ചാലും മതിയോ മാം? ഇതിപ്പോ നമ്മൾ എഴുതിയിട്ട് വായിച്ചാ മതി. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. പറയൂ. They like to read books. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. He likes to read books. ഞാൻ അവർ എന്നല്ലേ ദേ പറഞ്ഞേ. They like to read books. കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ആണ് കേട്ടോ. ദേ ആണെങ്കിൽ ലൈക്ക് വരും. ദേ ലൈക്ക് ടു റീഡ് ബുക്സ് വരും. ഹി ആണെങ്കിൽ ഹി ലൈക്സ് ടു റീഡ് ബുക്സ് വരും. They like to read ബുക്ക് എന്നായിരുന്നു എഴുതിയിട്ടുള്ളൂ, ബുക്സ് എന്ന് എഴുതിയിട്ടില്ലായിരുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ്, അവൾ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. She always speaks softly. സൗമ്യം, സോഫ്റ്റ്, അത് തന്നെ മതിയോ വാക്ക്? അഡ്വേർബ് ആണ്. അഡ്വേർബ് ഒരുപാടുണ്ട്. അത് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്തായിരിക്കും വരാപ്പോ? She is always എന്നല്ലേ പറയണ്ടേ? He always speaks softly. she always speaks politely, quietly, softly എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, she always speaks ആണ് വരേണ്ടത് കേട്ടോ. സ്പീക്സ്. നെക്സ്റ്റ്, അവർ വീട് വൃത്തിയാക്കുകയാണ്. അവർ വീട് വൃത്തിയാക്കുകയാണ്. They are cleaning the house. They are cleaning the house. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. She is learning to play piano. She is learning to play the piano. She is learning to play the piano. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. പഠിക്കുകയാണ് എന്ന് പറയുന്നതിനോട് വേർബ് വരുന്നു അല്ലെ. അപ്പൊ ഷീ ഈസ് ലേണിംഗ് എന്തിന്? ടു പ്ലേ ദ പിയാനോ. ഓക്കെ, നെക്സ്റ്റ്, ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. I am cooking dinner now. I am cooking dinner right now. റൈറ്റ് വേണമല്ലേ? ഓക്കെ, കുറച്ചുകൂടെ ഭംഗിയാണ്. I am cooking dinner right now. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. I have finished my homework. I have finished my homework. ഞാൻ സോറി, അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. They have visited Japan twice. He has visited Japan twice. She has visited Japan twice. അവരല്ലേ മാം? അവർ നോക്ക്. അവരല്ല, സോറി, അവളെന്ന് എഴുതിയിട്ട് അതേ പറഞ്ഞേ. കുഴപ്പമില്ല. അപ്പോ എന്താ പറയാ? She has visited Japan twice. ഇനി they ആണെങ്കിൽ they have visited Japan twice എന്ന് വരും കേട്ടോ. നെക്സ്റ്റ്, ഞാൻ ആ പുസ്തകം ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. I have read many times. I have read that book many times. read ആണോ വരാ? V2 ആണോ റീഡിന്റെ? V2 പഠിച്ച് എങ്ങോട്ടാ പോകുന്നേ? V3 എല്ലാം കൂടി ആകുമ്പോ ഒരു കൺഫ്യൂഷൻ. വരും. റെഡ് ആണ്. റെഡ് സ്പെല്ലിംഗ് സെയിം ആണെങ്കിലും പ്രൊണൗൺസിയേഷൻ പറയുന്നത്. I have read that book many times. Yeah, I have read that book many times.
അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. He is learning to play the guitar. ഞാൻ ടെൻസ് പറയുമ്പോ അതിന് ബ്രാക്കറ്റിൽ മലയാളം എഴുതിക്കുന്ന എന്തിനാണെന്ന് അറിയോ? ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പൊ ഏതാണ്? അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോ Present perfect continuous. യെസ്, Have been ഉപയോഗിക്കുകയാണ് അല്ലേ? ഹാവ് ബീൻ ആണ് അവരവിടെ. അവനാണ്. Has ഒരാള്. He has been Learning to play guitar. he has been learning to play the guitar. He has been learning to play the guitar. ഞങ്ങൾ ഈ TV ഷോ കഴിഞ്ഞ ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. We have been watching this TV show for last week എന്ന് അറിയോ? Yeah, correct. We have been watching this TV show for last week. Okay, correct. ഇത് നിങ്ങൾ For കഴിഞ്ഞ അപ്പ അല്ല മാം, ഫോർ കഴിഞ്ഞ അവിടെ ദ എന്ന് വേണോ അതോ ഫോർ ലാസ്റ്റ്? for last week. ഇത് നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണ്ട കേട്ടോ. ഇതിന്റെ ക്വസ്റ്റ്യനും ആൻസറും ഞാൻ എന്തായാലും ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇനി നെക്സ്റ്റ് 11th വൺ, അവർ ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They have been traveling around Europe for a month. Yeah, they have been traveling. അവനാണ്, ഞാൻ അവൻ എപ്പോഴും എഴുതിയത്. നിത്യ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നല്ലോ നിത്യ. They have been traveling around Europe for a month അല്ലേ? Yeah, for a month. They have been traveling around Europe for a month. 1 month വേണ്ട, a month മതി ട്ടോ. അപ്പോ എന്തൊക്കെയോ എവിടേക്കോ കിട്ടിയിട്ടുണ്ട്, എന്നാ കുറച്ച് കൺഫ്യൂഷൻ ആണ് അല്ലെ. ഒന്നുകൂടെ ഒക്കെ നോക്കാം കേട്ടോ. 11 ഒന്നുകൂടെ നോക്കാം. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുറച്ചുകൂടെ ഉണ്ട്. ഇത് എല്ലാ ടെൻസും കവർ ചെയ്തിട്ടാണ് കേട്ടോ. 30 സെന്റൻസ് ഉണ്ട്. എല്ലാം നമുക്ക് ചെയ്യണം. അപ്പൊ കുറച്ച് നമുക്ക് പഠിച്ചതൊക്കെ ഒന്ന് ഓർമ്മ വരും. ഇനി പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനും പറ്റും. അപ്പൊ കണ്ടിന്യൂ ചെയ്യാട്ടോ. നമുക്ക് നന്നായിട്ട് പഠിക്കാം. ടെൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്, അത് മറക്കരുത്. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, സോ മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണോ? സൈൻ ഔട്ട് ആരാ പറയാ? ആരും ഇല്ലേ? ആരുമില്ല, ഞാൻ തന്നെ പറഞ്ഞു പോട്ടെ എന്നല്ലേ. ഞാൻ പറയാം. ഇന്ന് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആണ് പഠിച്ചത്. അതിലെ സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1, അതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് വെർബ് ING. പിന്നെ പഠിച്ചത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3. പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പഠിച്ചത്. പിന്നെ കുറച്ച് എക്സസൈസും മാം തന്നു. താങ്ക് യു മാം. Okay, thank you all. See you on the next class. Okay, bye. നാളെ മാം ഇല്ലേ? നാളെ ഞാനാണോ അറിയില്ല കേട്ടോ. ചോദിച്ചതേ ഉള്ളൂ. വീക്കിലി ഞാനിപ്പോ എത്ര ക്ലാസ് ആയി? അതെന്താ ചോദിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് പഠിച്ചല്ലോ ഫ്യൂച്ചർ ടെൻസിന്റെ. അപ്പൊ പിന്നെ നാളെ ആണെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് പോവല്ലോ, കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് വരില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. നാളെ ഞാൻ വരണമെന്നാണ് പറയണേ. നോക്കട്ടെ. ഞാൻ ആലോചിച്ചു, നിങ്ങൾ വീക്കിലി ഒരാഴ്ചയില് 3 ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് വരുമ്പോ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? കഴിഞ്ഞ ദിവസം ഒന്നും നമ്മൾ ക്ലാസ് ഇല്ലായിരുന്നല്ലോ, സംസാരിക്കില്ലായിരുന്നോ? നിങ്ങൾക്ക് ബോറിംഗ് ഇല്ലെന്നാ പറയുന്നേ. Oh my God, കൊള്ളാം. എത്ര നല്ല സ്റ്റുഡൻസ് ആണ്. Okay, so Okay. thank you.